നേതൃത്വം നിശ്ചയിച്ചത് കൊണ്ട് പാർട്ടിയിൽ നിശ്ചയിച്ചില്ലല്ലോ, പാർട്ടിയിൽ നിന്ന് പുറത്തൊന്നും ആക്കിയിട്ടില്ലല്ലോ. ആക്കിയോ സുരേട്ട, താങ്കൾ സ്വതന്ത്രനായി മത്സരിക്കുമെന്നൊക്കെയുള്ള വാദങ്ങൾ കേൾക്കുന്നുണ്ട്, അതുള്ളതാണോ? ഇല്ല, മത്സരിക്കില്ല. ഇല്ല, മത്സരിക്കില്ല. സ്വതന്ത്രനായി പാർട്ടിയുടെ അംഗീകാരം കിട്ടുമെങ്കിൽ മത്സരിക്കും, ഇല്ലെങ്കിൽ ഇല്ല. പകരം വേറെ കൂടുതൽ ആളുകളെ മറ്റു മണ്ഡലങ്ങളിൽ നിയോഗിക്കുമോ? കൂടുതൽ ആളുകളെ മറ്റു മണ്ഡലങ്ങളിൽ, അതായത് അങ്ങേക്ക് മറ്റു മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികൾ ഉണ്ടാകുമോ? എല്ലാടി ആളുകൾ, എനിക്ക് എന്റെ ആളുകളുണ്ട്, എല്ലാടി എന്റെ ആളുകളുണ്ട്. അത് കമ്മിറ്റി ഉണ്ടാക്കാനും നേതാക്കന്മാരുണ്ടാക്കാനൊന്നുമല്ല, അത് പാർട്ടിക്ക് വേണ്ടിയുള്ള പൊതുപ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ്. ഞാനില്ല, പാർട്ടി എത്രയോ വലുതാണ്, പാർട്ടി എത്രയോ വലുതാണ്, ഞാൻ എത്രയോ ചെറുതാണ്. ഞാൻ എന്ത് പാർട്ടിയെ വെല്ലുവിളിക്കാനാണ്? അതെ, ഞാൻ പാർട്ടിക്ക് വിധേയമായി നിൽക്കാൻ തന്നെയാണ് എന്റെ തീരുമാനം. അതനുസരിച്ച് മുൻപോട്ട് ഞാൻ സ്വതന്ത്രമായി മത്സരിക്കാനില്ല. അങ്ങോട്ട് പോകുന്നു. പാർട്ടി പറയുകയാണെങ്കിൽ മത്സരിക്കുമില്ലെന്നുണ്ടെങ്കിൽ മത്സരമില്ല. പാർട്ടിക്ക് 100% വിധേയൻ. എസ് കെ രണ്ട് പറഞ്ഞതിനും ഒന്ന് സുധാകരനില്ല, രണ്ടാമത് സുധാകരൻ മത്സരിക്കില്ല. 2004 രൂപ എന്റെ രണ്ട് പറഞ്ഞതിനും എന്തായാലും രണ്ടും ഭവിച്ചു. ഏതായാലും തൽക്കാലത്തേക്കെങ്കിലും ബൽറാം നെടുങ്ങാടി ചേർന്ന് ബൽറാം. അപ്പൊ അദ്ദേഹം അർദ്ധശങ്കയ്ക്ക് ഇടയില്ലാത്ത വിധം പറഞ്ഞു കഴിഞ്ഞു, വിധേയനായ പാർട്ടി പ്രവർത്തകനായി തുടരും.